സുന്ദരമായ ഗ്രാമമാണ് ഈ കുഴൽമന്ദം ആലത്തൂർ ഗ്രാമങ്ങൾ. നമ്മളിപ്പോൾ വന്ന ഗ്രാമവും സുന്ദരമായ ഗ്രാമമാണ്, വളരെ സൈലൻ്റായ ഒരു ഗ്രാമമാണ്. പക്ഷേ ആൾക്കാർ അത്ര സൈലൻ്റ് ഒന്നുമല്ല. ആൾക്കാർ വളരെ പൊളിറ്റിക്കലി വളരെ ചാർജ്ഡായ മനുഷ്യരാണ്. അവർ വളരെ വ്യക്തമായ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയും. നമുക്ക് ഈ ഗ്രാമത്തെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്, അയാളാണ് വിവേക്. വിവേക് നമസ്കാരം. നമസ്കാരം. വിവേക് ആരാണ്, എന്താണെന്ന് ചുരുക്കി പറയും. ഞാൻ വിവേക്. ഞാനൊരു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണലാണ്. അതെ, അത്യാവശ്യം നാട്ടിലെ വേലയും പൂരവും ഉത്സവമൊക്കെ ആയിട്ട് നടക്കുന്നു ഇപ്പോൾ. അങ്ങനെ ഇവിടുത്തെ ഇത് കഴിഞ്ഞു അല്ലേ, വേല കഴിഞ്ഞു. ഈ വരുന്ന മാർച്ച് 26-നാണ് പുതിയ കാട്ടുശ്ശേരി വേല. വേലയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ സർവീസ് റിട്ടയർ ആണ്. ഏത് സർവീസ്? ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസിൽ ഏത് വകുപ്പായിരുന്നു? അഗ്രികൾച്ചർ വകുപ്പ്. കൃഷിയൊക്കെ മെച്ചപ്പെട്ടു. എങ്ങനെയാ പൊതുവെ കൃഷിക്കാരുടെ ഒരു അവസ്ഥ ഇവിടെ? ഇപ്പം വളരെ മോശമാണ്. അതെന്താ പ്രധാനപ്പെട്ട പ്രശ്നം? PRS ആണോ പ്രശ്നം, കാലാവസ്ഥയാണോ പ്രശ്നം? മൊത്തം കാലാവസ്ഥ പ്രശ്നം, PRS പ്രശ്നം, നെല്ലെടുപ്പ് പ്രശ്നം, പണം കിട്ടുന്നതും പ്രശ്നം ആണല്ലേ. ഓക്കെ, എന്താ ചെയ്തുകൊണ്ടിരുന്നത് സർവീസ്? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെ? ഷാർജയിലായിരുന്നു. ഷാർജയിൽ ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി? 5 വർഷമായി. 5 വർഷം. ഇപ്പം മിണ്ടാണ്ടിരിക്കുകയാണ്. അതെ, മിണ്ടാണ്ടിരിക്കുക അല്ലേ? പാലക്കാട്ടുകാരുടെ ഒരു ശൈലിയാ. എന്ത് ചെയ്യുന്നു മോനെ? ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെ വർക്ക് ചെയ്യുന്നു? മറ്റേ ഒരു ഫിനാൻസ് കമ്പനിയിൽ. അപ്പോൾ ഹാപ്പിയാണ് മൊത്തത്തിൽ അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം? പാലക്കാട് നമ്മുടെ ഈ ആലത്തൂർ എന്താ അവസ്ഥ? രമ്യ ഹരിദാസ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 പേരേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ രമ്യ ഹരിദാസ് ആണോ അതോ രാധാകൃഷ്ണനാണോ? അത് ഇപ്രാവശ്യം കണ്ടറിയണം. മത്സരം കടുക്കും, ശക്തമായ മത്സരം. ഇത് നമ്മുടെ പാലക്കാട് ചൂട് പോലെ ആയിരിക്കും. അങ്ങനെയാണോ? പാലക്കാട് ചൂട് പോലെ അതിനേക്കാളും ചൂടായിരിക്കും. ആണോ? രമ്യ ഹരിദാസ് പറയുന്നത് 1734 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ്. ശരിയാണോ അത്? ഇവിടെ ഒന്നും എത്തിയിട്ടില്ലേ? നമ്മൾക്ക് അത് അനുഭവത്തിലില്ല. അങ്ങനെയാണോ? അപ്പോൾ അനുഭവത്തിൽ ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷെ കർഷകരുടെ പ്രശ്നമുണ്ട്. പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നില്ലേ? പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ബാങ്കിലാണ്. ഒന്നിച്ചെടുക്കുകയാണ്. ബാങ്കിൽ ഒരു പറയാകുമ്പോൾ ഒന്നിച്ചെടുക്കും. ബാങ്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ആണല്ലേ? അതുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലേക്ക് 3 ആണും 1 പെണ്ണും, 4 മക്കള്, ഭാര്യ, ഞാൻ. രാവിലെ ഇപ്പൊ വേല കാത്തിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വന്നാട്ടെ. എന്ത് ചെയ്യുന്നു? കാർപ്പൻ്ററാണ്. ആണോ? ചെറിയൊരു വിറയലുണ്ടല്ലോ, ടെൻഷനാണോ? കാർപ്പൻ്ററാണ് അല്ലേ? ഇന്ന് പണിയില്ലേ? ഇന്ന് ലീവാണ്. അപ്പോൾ ഈ വേലയ്ക്ക് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് ഗ്രാമം അല്ലേ? ഇപ്പൊ രഥോത്സവം കഴിഞ്ഞു അവിടെ പെരുംകുളത്ത് കഴിഞ്ഞു. വേല എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? വേല ഇവിടെ ഞങ്ങൾ 2 ദിവസം ഉണ്ടാവും. നല്ല ഒരു ആൽമര തൃശ്ശൂർ. ഇവിടെ വന്നിരിക്കാറുണ്ടോ? ഇവിടെ വീട് എവിടെ? തൊട്ടടുത്താണ്. തൊട്ടടുത്ത്. വൈകുന്നേരം വന്ന് പിടിക്കലിരിക്കും. നല്ല അന്തരീക്ഷം അല്ലേ? എപ്പോഴും ആളുണ്ടാവും. എപ്പോഴും ആളുണ്ട്. പൊതുവേ ചൂടുണ്ടെങ്കിൽ ഇവിടെ ഒരു തണുപ്പുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും പോവില്ല. ഇവിടെ ആരും പോകില്ല. അത് കൊള്ളാലോ, അത് കൊള്ളാം. നല്ലൊരു കാര്യമാണ്. എനിക്ക് പോകാൻ തോന്നുന്നില്ല അല്ലേ? എന്താ പേര്? പ്രസാദ്. എന്ത് ചെയ്യുന്നു? LIC ഏജന്റ്. LIC. അപ്പൊ നിങ്ങൾക്കറിയാലോ ആൾക്കാരുടെയൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മനസ്സ് ഈ LIC ഏജന്റുമാർക്ക് അറിയാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാ പൊതുവെ ആൾക്കാർ അവർ അസംതൃപ്തരാണോ തൃപ്തരാണോ? ഇത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് 2 മനസ്സിലാണ് നിൽക്കുന്നത്. കാരണം ആലത്തൂർ എന്ന് പറഞ്ഞാൽ LDFന്റെ ഉറച്ചൊരു കോട്ടയാണ്. ആ കോട്ടയെ വിള്ളലിൽ ഏർപ്പെടുത്തിയിട്ടാണ് രമ്യ ഹരിദാസ് ഇവിടെ വിജയിച്ചു വന്നത്. ഈ വർഷം കടുത്തൊരു മത്സരമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ആണോ? അങ്ങനെ തന്നെയാണോ? കടുത്ത മത്സരം ഉണ്ടാവും. ആണോ? ഒരു സംശയമില്ല കാര്യത്തിൽ. നല്ല മത്സരമായിരിക്കും, ടൈറ്റ് ആയിരിക്കും. അതെ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പാട്ടുപാടി ജയിച്ചു പോകാൻ പറ്റുന്ന ഒരിക്കലും കഴിയില്ല. എന്റെ അമ്മയ്ക്ക് 65 വയസ്സായി. 8 മാസം പെൻഷൻ മുടങ്ങി. 7 മാസം. 7 മാസം. അതെ. അപ്പൊ അദ്ദേഹം പെൻഷൻ കിട്ടുന്നു പറഞ്ഞപ്പോ ഏത് പെൻഷനാണെന്നുള്ള എനിക്കറിയാം. ഏത് പെൻഷനായിരുന്നു ചേട്ടൻ കിട്ടിയിരുന്നത്? ബാങ്കിലാണ്. ബാങ്കിൽ വരുന്നത് കൊണ്ട് പെൻഷൻ ഞങ്ങൾക്കും ബാങ്കിൽ തന്നെയാണ് വരിക. പക്ഷെ അത് ഏത് പെൻഷനാണെന്നുള്ളത് അറിയില്ല. വാർഷിക പെൻഷനാണോ? വാർദ്ധക്യ പെൻഷനായിരുന്നോ കിട്ടിക്കൊണ്ടിരുന്നത്? വാർദ്ധക്യ പെൻഷൻ അതിപ്പോ ഒരുമിച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാർക്ക് ഈ 2 പാർട്ടി 60 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കും. എന്ത് ഗുണമാണ് സാധാരണക്കാർക്ക് ഇത്രയും വർഷമായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ചോദിക്കേണ്ടി. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നും ഈ 2020 പോലെയുള്ള മണ്ഡലങ്ങൾ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് എന്ന് ഞാൻ വിലയിരുത്തി. കാരണം കിഴക്കമ്പലം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 30 കോടി രൂപ മിച്ചം വെച്ച ഒരു പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 കിഴക്കമ്പലം മാത്രമേ. ഇല്ല, ഒന്നുമില്ല സാർ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ സാർ. നല്ലത് കണ്ട നല്ലത് പറയണം. കിഴക്കമ്പലത്തെ കാര്യങ്ങൾ കുറെ നടന്നു. പക്ഷേ മിച്ചം വയ്ക്കുന്ന ഒരു നല്ല പഞ്ചായത്തിന്റെ ലക്ഷണമാണോ? ആണ് സാർ. ഇല്ല. എല്ലാവർക്കും വീട് കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും മാട് കൊടുത്തിട്ടും സൗകര്യം പാലും അരിയും വില കമ്മിയായി കൊടുത്തിട്ടും മിച്ചം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് സല്യൂട്ട് സാർ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏത് സ്വതന്ത്രനോ എന്നുള്ളതല്ല. നല്ലത് ആര് ചെയ്യുന്നുണ്ടോ അത് നല്ലതെന്ന് പറയേണ്ടി വരും. BJP എന്നുള്ളതല്ല സാർ. അവര് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. BJP അവര്
പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് കൂലി കിട്ടും. പക്ഷേ മറ്റ് 2 പാർട്ടിക്കാർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. Okay. പക്ഷെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുട്ടിക്ക് വീട് വേണമെന്നോ കഞ്ഞിയുണ്ടോ എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല. അപ്പോൾ നല്ല നല്ല രൂക്ഷമായ പ്രതികരണങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ പൾസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. ഇല്ല സർ. മത്സരം കടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ വന്നിട്ടുള്ളൂ. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമായിരിക്കും. പക്ഷേ രമ്യ ഹരിദാസും രാധാകൃഷ്ണനും തമ്മിലുള്ള മത്സരം കടുത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന പൾസാണ് ആദ്യഘട്ടത്തിലുള്ളത്. കർഷകർ വളരെ അസംതൃപ്തരാണ് ചില കാര്യങ്ങളിൽ, പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒപ്പം രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ചെറുതിൻ്റെ സൈക്കിൾ ചവിട്ടി, നല്ല ചായ കുടിച്ചു, നല്ല പാട്ട് കേട്ടു, ഒട്ടേറെ വിശേഷങ്ങൾ പങ്കുവെച്ചു. ഇന്നത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഡേ ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നു. ആലപ്പുഴയിൽ റോഡ് ഷോ, വടകരയിൽ റോഡ് ഷോ, പാലക്കാട് യാത്രയപ്പ്, അങ്ങനെ വളരെ ആക്റ്റീവായൊരു വാർത്താ ദിനത്തിലേക്ക് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.